ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഇപ്പം വിഷു വരവായി, നാളെയാണ് വിഷു. അപ്പോൾ വിഷുവിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഫോട്ടോഷൂട്ടുകളും പരിപാടികളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ രേണുസുതിയുടെ വിഷു ഫോട്ടോഷൂട്ടും ഇച്ചിരി വൈറലാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ തെറിവിളിയും വരുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് ഇപ്പം ചർച്ചയാവുന്നുമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. സോ ആദ്യം അവരുടെ ആ ഒരു ഫോട്ടോയും വീഡിയോയും കാണാം. അതിനുശേഷം രേണുസുതി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് കേൾക്കാം. ആദ്യം ഇത് രേണുസുതിയുടെ ഫോട്ടോസാണ്. അവർ ഇതായിട്ടേക്കുന്ന ഇതിൻ്റെ വിഷു ഫോട്ടോ ഷൂട്ടാണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ കാണുക. ഇനി ആ വീഡിയോ ഇതാണ്, വിഷുവിനെടുത്തേക്കുന്ന ഫോട്ടോ വീഡിയോ. ഓക്കെ, അപ്പം ഇതാണ്. അതിൻ്റെ അകത്ത് വേറെ പാട്ടാണ്. പാട്ടെടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. യൂട്യൂബ് നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിമൊക്കെ അടിച്ചു തരും. അതുകൊണ്ടാണ്. അപ്പം ഈ ഒരു സാധനം ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായി കൊണ്ടുവരികയാണ്. അവർ ഇട്ടിട്ട് മണിക്കൂറുകൾ തന്നെ അത്യാവശ്യം കാണുന്നുണ്ട്. ഇതിനകത്തുള്ള കമൻറ്റ്, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അവരുടെ ലൈഫ് എങ്ങനെയെങ്കിലും ജീവിച്ച് പോകില്ലേ? അതിനിപ്പോൾ സമൂഹത്തിന് എന്താ? നിങ്ങളാരെങ്കിലും അവരുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നുണ്ടോ? ആണോ അവർ തിന്നുന്നത്? നിങ്ങളാരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നിന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അത് ദേവിക മോഹൻ എന്ന് പറയുന്ന പുള്ളിക്കാരിയാണ് ഈ ഒരു കാര്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് താഴെ അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തെറിവിളിയും മോശം കമൻറ്റുകൾ കിട്ടുന്നുണ്ട്. എന്താണ് ചേച്ചി പറഞ്ഞ ആളുകൾ മുന്നേ ഇവർ തിന്നത് നാട്ടുകാരുടെയും സഹപ്രവർത്തകരുടെയും ചോറാണ്. തുണി അഴിച്ച് തുടങ്ങിയപ്പോൾ അവർക്ക് മറ്റുള്ളവരുടെ ഹെൽപ്പ് ആവശ്യമില്ലാതെ വന്നു. സോ ഇങ്ങനെ കാണിച്ച നാട്ടുകാർ പറയും. ഇങ്ങനെ കാണിച്ച നാട്ടുകാർ പറയും. അവകാശമോ? എന്ത് അവകാശം സുഹൃത്തെയോ? ഒരാൾക്കും ആരുടെയും പേര് പറയാനുള്ള അവകാശം ഇല്ല എന്നൊക്കെ പറയുന്നു. ഇനി നമുക്ക് രേണുസുതി ഇതിനകത്തൊരു മറുപടി പറയുന്നുണ്ട്. രേണുസുതിയുടെ സ്വന്തം വാക്കുകളിലുള്ള മറുപടി. അതെന്താണെന്ന് രേണുസുതിയുടെ വാക്കുകൾ കേൾക്കാം. രേണുസുതിയെ മോശമായി പറയുന്ന ആൾക്കാർക്കെതിരെ രേണുസുതിനെ ഡയറക്റ്റായിട്ട് സംസാരിക്കുന്ന കാര്യമാണ്. ഹായ്, നമസ്കാരം. ഞാൻ രേണുസുതിയാണ്. അറിയായിരിക്കുമല്ലോ എല്ലാവർക്കും. കുറ്റം പറയാനാണെങ്കിലും അറിയാമല്ലോ. സ്നേഹിക്കുന്നവർക്ക് ഒരുപാട് നന്ദി, കുറ്റം പറയുന്നവർക്ക് നന്ദി. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി, അവർ കുറ്റം പറയുന്നവർക്ക് നന്ദി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് നീ കുറ്റം പറയാം. ഞാൻ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടു യൂട്യൂബിൽ. എൻ്റെ കണ്ടന്റ്, എൻ്റെ പേര് വെച്ചിട്ട് എന്നെ കുറ്റം പറഞ്ഞ് കുറേ പേരിങ്ങനെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എനിക്ക് അവരോടൊക്കെ ഒരുപാട് സന്തോഷമുള്ളൂ, വേറൊന്നുമല്ല. എൻ്റെ ഒരു പേര് വെച്ചിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ, വ്യൂസ് കൂട്ടുന്നുണ്ടല്ലോ, ഒത്തിരി സന്തോഷം. ഞാൻ കാരണം അങ്ങനെയെങ്കിലും ഒരു പ്രയോജനം നിങ്ങൾക്കുണ്ടായല്ലോ. എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ. കാരണം നിങ്ങളൊക്കെ എന്നെ അറിയാതാണ് പറയുന്നത്. സോ എനിക്കൊരു വിഷമവുമില്ല. എനിക്ക് ഏതായാലും യൂട്യൂബ് ചാനലൊന്നുമില്ല കേട്ടോ. ഞാൻ ആരെയും വിട്ടിട്ട്, എൻ്റെ ഏട്ടനെ വിട്ടിട്ട് ഞാൻ കാശാക്കുന്നൊന്നുമില്ല. എനിക്ക് യൂട്യൂബ് ചാനലും ഇല്ല. എനിക്ക് ഇൻസ്റ്റയിൽ തൊട്ട് വരുമാനവും വരുന്നില്ല. അത് അറിയാവുന്നവർക്കറിയാം. എനിക്ക് ഫേസ്ബുക്കിൽ നിന്നും വരുമാനം വരുന്നില്ല. ഞാനിപ്പം ചെറിയ അഭിനയിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ അഭിനയിച്ചാണ് അവർ ജീവിക്കുന്നതെന്നും അവരെ വിറ്റ് അരി വാങ്ങുന്നവരെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതായത് സോഷ്യൽ മീഡിയക്കകത്ത് അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ റിയാക്ഷൻ്റെ കാര്യത്തിനെക്കുറിച്ച് ഞാൻ പറയും. ഇപ്പം രേണുസുതിയുടെ വീഡിയോ കണ്ടിട്ട് എനിക്ക് എൻ്റെ അഭിപ്രായത്തിനകത്ത് ചിലപ്പോൾ എനിക്ക് അതിനകത്ത് വേറെ പ്രോബ്ലം ഉണ്ടായിരിക്കത്തില്ല. കാരണം എനിക്ക് എൻ്റേതായിട്ടുള്ള അഭിപ്രായത്തിൽ രേണുസുതി ചെയ്യുന്നൊരു കാര്യത്തിനെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് അവർ ചെയ്യുന്നത് അവരുടെ സ്വാതന്ത്ര്യം എന്നതിനപ്പുറത്തേക്ക് എനിക്ക് വേറൊരു കാര്യം ചിന്തിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ സ്വാതന്ത്ര്യം ഞാൻ ആഘോഷിക്കുന്നതും സന്തോഷിക്കുന്നതും അത് ഏറ്റെടുക്കുന്നത് പോലെ മറ്റൊരാളുടെ സന്തോഷം അവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് അവരുടെ സ്വാതന്ത്ര്യം അവർ യൂസ് ചെയ്യുന്നു. അതിനെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം എനിക്ക് അതിനകത്തൊരു തെറ്റും തോന്നിയിട്ടില്ല. എന്നാൽ സമൂഹത്തിൻ്റെ മറ്റൊരു പ്രതിഫലനമാണ്. മറ്റു ചിലർക്കെങ്കിലും അതിനകത്ത് എതിർപ്പ് ഉണ്ടാവാം. അത് വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് പോകാതെ വിമർശിക്കുന്നതിനോട് ഒരു തരത്തിലും ഞാനും ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ അധിക്ഷേപമാണെങ്കിൽ അവരെ ഇപ്പം പലരും പറയുന്നുണ്ട്, ഇവൾക്ക് എന്താണ് അവൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ അങ്ങോട്ടും ഒരു സ്ത്രീയെ താറടിക്കുന്നതിൻ്റെ പരമാവധി ആഘോഷിച്ച് തെറിവിളികളാണ് മൊത്തത്തിൽ കേൾക്കുന്നത്. അപ്പം അതിനോടൊക്കെ നമുക്ക് അതിന് വേണ്ടിയിട്ട് മാത്രം എന്ത് ബാധകമാണ് ഈ സ്ത്രീ ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇപ്പം ഇത് കാണുന്ന പല സുഹൃത്തുക്കൾക്കും ഞാൻ ഈ ഒരു രേണുസുതിയുടെ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് പോലും എൻ്റെ വീഡിയോയിൽ മറ്റ് പല വീഡിയോസിനകത്ത് അത് ഓക്കെ എന്ന് പറഞ്ഞ ആൾക്കാർ ആ ഒരു കാര്യത്തിനകത്തോട് അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്ന നിങ്ങളുടെ വിമർശനത്തിന് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ബിക്കോസ് എൻ്റെ എല്ലാ വിഷയങ്ങളോടും നിങ്ങൾ ഒരിക്കലും അതാണ് മൂപ്പം പറയണം എല്ലാം ശരി എന്ന് പറയരുത്. എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ചില കാര്യങ്ങളോടെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായ ഭിന്നത ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ധൈര്യമായിട്ട് പറയണം.
അത് പറയാതിരിക്കുന്നത് എന്തിനാണ്? അങ്ങനെ പറഞ്ഞാൽ മാത്രമേ എനിക്കും തിരുത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ആ വിമർശനം തുടരുക. പക്ഷേ ഈ ഒരു വിഷയത്തിൻ്റെ അകത്ത് നിങ്ങളുടെ സ്റ്റാൻഡിൽ ഇപ്പോൾ പുള്ളിക്കാരത്തിയോടത്തുള്ള തെറ്റാണ് നിങ്ങൾ കാണുന്നെങ്കിൽ, അതുപോലെ തന്നെ എനിക്ക് അതിനകത്ത് ശരിയാണ് കാണാൻ തോന്നുന്നതെങ്കിൽ അതിനെ നിങ്ങൾ ബഹുമാനിക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് കാര്യത്തിൽ പറയാനുള്ളൂ. എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വിമർശനം നിർത്തണമെന്നല്ല, ധൈര്യമായിട്ട് പറയാം. നിനക്ക് എന്താണ് ഇവിടെ ഇത്ര സപ്പോർട്ട് ചെയ്യും? പലരും ചോദിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ പോലും എന്നോട് സംസാരിക്കുന്ന കാര്യം ഇതാണ്. അതായത് നിനക്ക് എന്താണ് ഇവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത്? ഞാൻ പറഞ്ഞു എനിക്കൊന്നുമില്ല. അവർ എങ്ങനെയാണ് ജീവിച്ചു പോട്ടെ. ഒരു വിധവയാണ്. ആ ഒരു സ്ത്രീ സതീ സിസ്റ്റം പണ്ട് നിലനിന്ന ആ ഒരു കാലഘട്ടത്തിനെ പോലെ ഇന്ന് ജീവിക്കണമെന്നാണോ? എനിക്ക് അതിനോട് താല്പര്യമില്ല. അത്രയേ ഉള്ളൂ. എനിക്ക് എൻ്റെ ആൻസർ അത്രയേ ഉള്ളൂ. അതിനകത്ത് അടുത്തൊരു പോസ്റ്റ്, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ചാനൽ ഉണ്ട് കേട്ടോ, അവർക്കൊക്കെ താങ്ക്സ്, ഇനിയും സപ്പോർട്ട് വേണം എന്നും പറയുന്നുണ്ട്. സോ അത് പറഞ്ഞു. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇത്രയാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇനി ആ കമൻറ്റ് ബോക്സിൻ്റെ അകത്തുള്ള ആ കമൻറ്റിൻ്റെ അകത്ത് നോക്കാം. അതിനകത്തൊക്കെ മോശം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എനിക്കും നിങ്ങൾക്കും വ്യത്യസ്തമായിട്ട് അഭിപ്രായങ്ങൾ വരും. അഭിപ്രായ സമന്വയമാണ് ഈ നാട്ടിൽ വേണ്ടത്. പക്ഷേ രേണുസുധിക്ക് മാത്രം എന്തുവാണ്? നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന പല ആൾക്കാരുടെയൊക്കെ ചെന്ന് നോക്ക്. എത്രയോ വിധവകളായിട്ടുള്ളവരും എത്രയോ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടുള്ളവരും ഒക്കെ ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള പരിപാടികൾ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മുടെ ഗൂഗിളിൽ നോക്ക്. അത് വെച്ച് നോക്കുമ്പോഴേക്കും ഇവർ കാണിച്ചിരിക്കുന്ന തെറ്റെന്താണ്? ഇപ്പം ഈ ഒരു സാധനത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇവിടെ തെറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇവരൊക്കെ പറയുന്നതാണ് ഇവരുടെ ഈ നേവൽ ഏരിയ കടന്നു പോകുന്നതായിരിക്കും. രേണുസുധിയുടെ നേവൽ ഏരിയ. ഈ നേവൽ കണ്ടപ്പോൾ തന്നെ എല്ലാം അങ്ങ് ഇതായിപ്പോയി. പിന്നെ അവർ ഇങ്ങനെ വേഷം കെട്ടി നടക്കുന്നു, ഇങ്ങനെ അവർ എക്സ്പോസ് ചെയ്യുന്നു. എന്ത് എക്സ്പോസാണ് രേണുസുധി ഇതുവരെ ചെയ്തിട്ടുള്ളത്? ഈ പല ആൾക്കാരും പറയുന്നൊരു കാര്യം, പിന്നെ ഈ ഇവിടത്തെ ഇച്ചിരി പോലെ ഒരു കീറൽ കണ്ട അതാ ആ ഒരു സാധനം കണ്ടപ്പോഴോ അല്ലെങ്കിൽ സാധനം ജസ്റ്റ് ഇവരുടെ ഒരു നേവൽ കണ്ടപ്പോഴോ മൊത്തത്തിലുള്ള നമ്മുടെ സംസ്കാരവും മറ്റേ കേരളത്തിൻ്റെ മൊത്തത്തിൽ തനതായ ശൈലിയൊക്കെ നഷ്ടപ്പെട്ടു എന്നാണോ? ഇത് എവിടെയാണ് ഇല്ലാത്തത്? സിനിമകൾ കാണുന്നവരല്ലേ നിങ്ങൾ? ഈ സിനിമയ്ക്കകത്തെങ്കിൽ നിങ്ങൾ ആരെങ്കിലും സമരം ചെയ്യൂ. ഈ സിനിമയ്ക്കകത്ത് ഈ നേവൽ കാണിക്കാൻ പാടില്ല. ഇനി മുതൽ സിനിമയ്ക്കകത്ത് ഇങ്ങനെയുള്ള മസാല രംഗങ്ങളുടെ അകത്ത് ഇപ്പം പല പ്രമുഖ നടന്മാരും എല്ലാവരും ചേർന്നുകൊണ്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പം മേലാൽ ഈ ഒരു സാധനങ്ങൾ ഇനി മേലാൽ ആവർത്തിക്കാൻ പാടില്ല. മലയാള സിനിമയ്ക്കകത്ത് ഇങ്ങനെ വേണ്ട, അല്ലെങ്കിൽ ലോക സിനിമയ്ക്കകത്ത് ഇങ്ങനെ വേണ്ട, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അവർ ചെയ്യട്ടെ, അവർക്ക് താല്പര്യമുള്ള ചെയ്യട്ടെ. ഇനി ചിലർ പറയുന്നത് വെച്ചാൽ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത്, അവരവരുടെ ശരീരം വിറ്റ് തിന്നുന്നവരാണോ? അല്ലല്ലോ. അവരുടെ ശരീരത്തിൻ്റെ അകത്ത് അവർക്ക് താല്പര്യമുള്ളത് കാണിക്കട്ടെന്ന്. അത് മറ്റുള്ള ഒഫൻസ് വരേണ്ടത് ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ നിയമത്തിന്റെയോ പരിധി നിൽക്കുന്ന കാര്യമാണ്. അല്ലാത്തടത്തോളം കാര്യം ആർക്കാണ് ഇവിടെ ഇത്രയും വലിയ ചൊറിച്ചിൽ വരുന്നത്? എന്താണ് ഇത്ര ചൊറിയായിരിക്കുന്നത്? ഇതിനകത്ത് ബഹുഭൂരിപക്ഷം കമന്റുകൾ സ്ത്രീകളാണെന്നുള്ള കാര്യമാണ് ഏറ്റവും വലിയ രസം. ഈ രേണുസുധി എതിർക്കുന്നതിന്റെ ബഹുഭൂരിപക്ഷം സ്ത്രീകളാണ്. എനിക്കറിയത്തില്ല അതിന് മാത്രം എന്താണ് അവരാ ചെയ്യുന്നതെന്ന്. ഓക്കെ, താനൊരു ടിപ്പിക്കൽ മലയാളി മാത്രം, അതൊക്കെ പറഞ്ഞത്. ഇനി ഇപ്പോൾ ഇതിനകത്ത് മറ്റൊരു കമന്റാണ്. ഒരു സ്ത്രീ ഭർത്താവ് മരിച്ചു, അതിന് വേറെ ആരുമില്ല. അറിയാവുന്ന ഒരു തൊഴിൽ അഭിനയമോ റീൽസോ ഒക്കെ ആകാം. അതെങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ എന്ന് വിചാരിക്കുക. അതിന് പകരം ഇതിൽ വന്ന് ബോഡി ഷേമിങ് നടത്തുന്ന എല്ലാവരുടെ വീട്ടിലുമുണ്ട് സ്ത്രീകൾ. അമ്മയും പെങ്ങളും മകളും ഒക്കെ ആയിട്ടുള്ള അല്പ സംസ്കാരം ഉണ്ടെങ്കിൽ മോശമായ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. വളരെ നല്ലൊരു കമന്റ് ഇട്ടു. ഞാൻ ആദ്യം വളരെ കാലത്തിന് ശേഷമാണ് ഒരു സ്ത്രീയെങ്കിലും ഈ രേണുസുധിയുടെ ഒരു സാധനത്തിന് ഒരു പബ്ലിക്കായിട്ടൊക്കെ ഒരു നല്ലൊരു കമന്റ് എടുത്തത്. അതിനകത്ത് ഏറ്റവും ടോപ്പ് കമന്റ് ആയിട്ടാണ്. അതായത് ആൾക്കാരുടെ മനോഭാവം മാറി തുടങ്ങി, ആ സ്ത്രീയെ അംഗീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇത് മാറാത്ത ആൾക്കാരും അവർ നേരത്തെ പറഞ്ഞു കണ്ടന്റ് ആണ്, അവരെ കണ്ടന്റായിട്ട് വിറ്റ് തിന്നുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ഞാനൊരു വീഡിയോയിൽ ഒരു വിഷയം ഒരാളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യും. ആ വ്യക്തി എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കുവാണ്, എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇത് വിറ്റ് തിന്നുമില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് പറയാൻ പറ്റും. അവരെ വിറ്റ് തിന്നുമല്ലെന്നല്ല, അത് ഞാൻ കണ്ടന്റ് ആക്കി എന്നുള്ള കാര്യം സത്യം. അതിലൂടെ എനിക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നും കിട്ടുന്ന ഒരു വരുമാനം ഞാൻ ഉപയോഗിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കണ്ടന്റ് വെച്ച് ഉപയോഗിച്ചിട്ട് ഞാൻ പൈസ ഉണ്ടാക്കി. അതെന്തിന് ഇല്ല എന്ന് പറയണം? അതായത് രേണുസുധി എന്നുള്ളൊരു കാര്യം എക്സ് ഓർ വൈ, രേണുസുധി അല്ലെങ്കിൽ മറ്റൊരാൾ, ഞാനിടുന്ന ഒരു കണ്ടന്റിൻ്റെ അകത്ത് മറ്റൊരു വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിൽ, അവരുടെ കോണ്ടന്റ് എടുത്താണ് ഞാൻ സംസാരിക്കുന്നതെങ്കിൽ, അവരുടെ കണ്ടന്റ് ഞാൻ ഇതിൻ്റെ സൈഡിൽ വെച്ച് പ്ലേസ് ചെയ്യുന്നെങ്കിൽ ആ വ്യക്തിയാണ് എൻ്റെ കോണ്ടന്റ്. ആ കോണ്ടന്റ് വെച്ച് ഞാൻ സംസാരിച്ചിട്ട് അതിൽ നിന്നും എനിക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുവെങ്കിൽ, സീരിയസ്ലി ഞാൻ അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് ആ ചോദ്യം ചോദിക്കുന്നത് ന്യായമല്ലേ? ആ ഒരു സംഭവം. പിന്നെ അവരെ മാത്രമല്ല, ഇപ്പം ഇന്ന് കണ്ടന്റുകളെല്ലാം പലതുമാണ്. ഇപ്പോൾ രേണുസുധി മാത്രമല്ല, മറ്റ് പല വിഷയങ്ങളും മറ്റ് പല ആൾക്കാരെയും കണ്ടന്റുകൾ എടുത്ത് ചെയ്യുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും ആ ഒരു കാര്യത്തിൻ്റെ അകത്തൊരു ശരിയുണ്ട്. കാരണം അവർ ചോദിക്കുന്നത് ഒരു ന്യായമുണ്ട്. അവർക്ക് യൂട്യൂബ് ചാനലില്ല, അവർക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് വരുമാനമില്ല, ആർക്കും കിട്ടത്തില്ല. അപ്പം യൂട്യൂബിൻ്റെ അകത്ത് നിന്ന് ചാനലോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അവരത് എടുത്ത് സ്വന്തമായിട്ടൊരു ചാനലിലോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഈ ഇവരെ കുറ്റപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ മോശപ്പെടുന്നതോ കാര്യങ്ങളെക്കുറിച്ച് അവർ വേണമെങ്കിൽ ഒരു ചാനൽ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റും? സീരിയസ്ലി. സോ അതിനകത്തൊരു ന്യായം അവർ ചോദിക്കുന്നതിലുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് ഇപ്പം ഞാനാണെങ്കിൽ രേണുസുധിയുടെ പേര് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യുന്നെങ്കിൽ രേണുസുധിയുടെ പേര് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ആ പൈസ അതിൽ നിന്ന് ആ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ നിന്ന് ഉണ്ടാക്കുന്നത്. അത് സത്യമല്ലേ? അതെന്തിനു നമ്മൾ എതിർക്കണം? അതിനകത്ത് ഞാൻ അംഗീകരിക്കുന്നു, രേണുസുധിയുടെ വീഡിയോ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസിനകത്ത് റവന്യൂ എനിക്ക് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ
അത് സത്യം പറഞ്ഞാൽ നിങ്ങളെ വിറ്റ് കാശാക്കുന്നത് മോശമായ അർത്ഥത്തിലല്ല, ഞാനത് കണ്ടന്റ് ആക്കി എന്നുള്ള കാര്യം സത്യം തന്നെ. ഓക്കെ, അതിന്റെ താഴത്തെ മറുപടിയാണ് എന്തെല്ലാം ഓപ്ഷനുകളുണ്ട് അത് ചൂസ് ചെയ്യാം, അഭിനയമാകാം, അതിലും ചോയ്സ് ഉണ്ട്, അതിന് പകരം ഹോട്ട് വീഡിയോസ്, എന്നിട്ട് അമ്മ പെങ്ങൾ പഴയ ചൊല്ല് കൊള്ളാം എന്നൊക്കെ പഴഞ്ചൊല്ലൊക്കെ കൊള്ളാം എന്നൊക്കെ പറയുന്നു. ഇനിയിപ്പോൾ ഭർത്താവ് മരിച്ച സ്ത്രീകൾ അഭിനയിക്കാൻ പോയാൽ മതി എന്നാണോ? പലർക്കും സഹിക്കുന്നില്ല, നാട്ടുകാരുടെ ഒരു സന്തോഷത്തിന് ഓക്കെ, ഇഫ് യു ഹാവ് സീറോ ടാലന്റ് ഷോ യുവർ ബോഡി, ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. ഓക്കെ, ദയവായി ഈ കമന്റ് കുറ്റകരമായി കാണരുത്. ഈ നല്ല വാർത്ത എല്ലാവരും പങ്കിടാൻ ആഗ്രഹിക്കുന്നു. 24 മണിക്കൂർ ഡോളർ സമ്പാദിക്കും. ഓക്കെ, നല്ല അഴലുള്ള ബോഡിയാണ്, ഫാറ്റ് ഒട്ടുമില്ല. നല്ല അഴലുള്ള ബോഡിയാണ്, ഫാറ്റ് ഒട്ടുമില്ല, ഇടിഞ്ഞു തൂങ്ങിയിട്ടില്ല, മുഖത്തിന്റെ മെലിച്ചിൽ അതിത്തിരി വണ്ണം വെച്ചാൽ ഓക്കെ ആകും എന്നുള്ള കമന്റ്. ശരിയാ, ഞാനും ഓർത്തു പല്ല് ഒന്ന് താഴ്ത്തിയാൽ ഓക്കെ ആകും, അപ്പോൾ മുഖത്ത് കുറച്ചുകൂടി ഷേപ്പ് കിട്ടും. രേണു അതൊന്ന് ശ്രദ്ധിക്കണേ, പല്ല് നമ്മുടെ മുഖത്തിൻ്റെ ഒരു വലിയ ഘടകം തന്നെയാണ്. കുട്ടി സുന്ദരിയാണ്, പറയുന്നവർ എന്ത് വേണമെങ്കിലും കിടന്ന് പറയട്ടെ, മൈൻഡ് ആക്കണ്ട എന്ന് പറയുന്നു. അതങ്ങനെ പറയാ, അവർക്ക് ചെയ്യട്ടെ, അവർ ചെയ്യട്ടെ. ഈ വിഷുവേളയിൽ പറയാൻ പാടില്ലാത്തതാണ്, എങ്കിലും പറഞ്ഞു പോകുന്നതാണ്. പുള്ളി നേരത്തെ പോയത് നന്നായി, ഇതൊന്നും കാണണ്ടല്ലോ. ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞ് സങ്കടക്കാർ മുതൽ എടുക്കുന്നവരെ ഇവൾക്കറിയില്ല, അല്ലെങ്കിൽ ഈ ഫോട്ടോഷൂട്ട് നല്ല നെയ്ച്ചാള ഇല്ലാഞ്ഞിട്ടാണോ? നെയ്ച്ചാള എന്നുള്ള പ്രയോഗം തന്നെ നല്ല പെണ്ണുങ്ങളെ ഒന്ന് കിട്ടാഞ്ഞിട്ടാണോ? നെയ്ച്ചാളെ പോലുള്ള നല്ല പെണ്ണുങ്ങളെ കിട്ടാൻ സാധനം ഈ ഉണക്കമത്തി എന്നുള്ള രീതിയിലുള്ള ചോദ്യം. ബോഡി ഷേമിങ് പക്ക. വിമർശിക്കുന്ന ടീമെല്ലാം കൂടി അവർക്ക് ജീവിക്കാനുള്ള വരുമാനം മാസം കൊടുക്ക്, കൂടെ ആ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ജോലിയുമാക്കി കൊടുക്ക്, അവർ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ട്, നമ്മുടെ വീട്ടിലൊരു സഹോദരിയായിട്ട് കാണും എന്നുള്ള കമന്റ്. സത്യം, ആൾക്കാർക്ക് വിവരം വെച്ച് തുടങ്ങി. അതിന് അവർക്ക് കുറ്റം പറയുന്നവരെല്ലാം തികഞ്ഞവരാണെന്നാണ് വിചാരം. സീരിയസ്ലി, കുറ്റം പറയുന്നവരെല്ലാവരും എല്ലാം തികഞ്ഞവരെന്നുള്ള വിചാരം തന്നെയാണ്. ഓക്കെ, എന്നോട് എല്ലാം നമ്മുടെ ഈ ഓക്കെ. സോ ഇതാ ഒരു സംഭവം. പിന്നെ കുറെ ആൾക്കാരുടെ അടുത്തൊരു സംശയവും മറ്റുള്ള പരിപാടികളൊക്കെയാണ്. അതായത് കലാഭവൻ മണിയുടെ മകൾ അല്ലെ കലാഭവൻ മണിയുടെ ഭാര്യ. പിന്നെ കുറെ പേരുടെ ചോദ്യമാണ് ഈ രേണു സുധിയെ കമ്പാരിസൺ നടത്തുന്നത് നമ്മുടെ കലാഭവൻ മണിച്ചേട്ടൻ്റെ അനശ്വരനായ മണിച്ചേട്ടൻ്റെ ഭാര്യയുമായിട്ട് കമ്പാരിസൺ നടത്തിയിട്ട്, മണിച്ചേട്ടൻ മരണപ്പെട്ടതിന് ശേഷം നിമ്മി കണ്ടില്ലേ എന്ത് മാന്യമായിട്ട് ജീവിക്കുന്നു, മാന്യമായിട്ട് ഡ്രസ്സ് ധരിക്കുന്നു എന്നുള്ള കാര്യം. അത് എന്നിട്ടും ഈ സുധിച്ചേട്ടൻ്റെ ഭാര്യയായിട്ടുള്ള ഇവർ ഈ കാണിക്കുന്നത് കണ്ടില്ലേ എന്നൊരു ചോദ്യമൊക്കെയാണ്. സോ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, മണിച്ചേട്ടൻ അത്യാവശ്യം സമൂഹത്തിൻ്റെ അകത്ത് ഒരുപാട് പേരെ സഹായിച്ചിട്ടുള്ളവരാണ്. നമ്മുടെ മനസ്സിനകത്ത് നിന്ന് നിലനിൽക്കുന്ന അനശ്വരനായിട്ടുള്ള കലാകാരൻ, നമ്മുടെ കണ്ണിൽ നിന്നും ഇന്നും കണ്ണുനീര് നൽകാൻ മാത്രം നമ്മുടെ മനസ്സിനകത്ത് സ്ഥാനമുറപ്പിച്ച ഒരു അനശ്വരനായ അപൂർവമായിട്ടുള്ള ഒരു കലാകാരനാണ് നടൻ ജയിന് ശേഷം മണിച്ചേട്ടൻ. ഇവരല്ലാതെ വേറെ ആരും നമ്മുടെ മലയാളത്തിൽ അധികം കരയിച്ചിട്ടില്ല. സോ ഒരു കാര്യം മനസ്സിലാക്കണം, മണിച്ചേട്ടൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം മണിച്ചേട്ടൻ ഉണ്ടാക്കിയിട്ടാണ് പോയത്. മണിച്ചേട്ടൻ്റെ ഭാര്യയ്ക്ക് ഇതുപോലുള്ള തൊഴിലെടുത്ത് ജീവിക്കേണ്ട കാര്യം വരുന്നില്ല. അവരൊരിക്കലും പബ്ലിക്കിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അന്നും വന്നിട്ടില്ല, ഇന്നും വന്നിട്ടില്ല. എന്നാൽ രേണുസുധിയുടെ കാര്യത്തിൻ്റെ അകത്ത് വരുമ്പോഴേക്കും രേണുസുധിയുടെ വീട്ടിൻ്റെ അകത്തുള്ള ഫുഡ്, ഡെയിലി ബ്രെഡ് കണ്ടെത്തേണ്ടത് അവരാണ്. ഒരു വേഴാമ്പൽ സ്വന്തം കുഞ്ഞുങ്ങളെയും ഒരു ആൺവേഴാമ്പൽ സ്വന്തം പെൺ വേഴാമ്പലിനെയും കുട്ടികളെയും മുട്ടയിട്ടിട്ട് അവർ പൊത്തിനകത്ത് അടച്ചു വെച്ചിട്ട് പോകുന്നത് പോലെ ആ പോക്ക് പോയിട്ട് തിരിച്ച് വന്നിട്ട് ഈ പൊത്തിനകത്തിരിക്കുന്ന ഈ മുട്ട വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ, വിരിഞ്ഞതാണെങ്കിലും വളർന്നതാണെങ്കിലും ആ അമ്മയും കുഞ്ഞുങ്ങളടക്കം മരിച്ചു പോകും. അതുപോലെ ഈ രേണുസുധി എന്നുള്ളൊരു സ്ത്രീ, ആ സ്ത്രീ ഇന്ന് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് നിങ്ങൾ വെറുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കുറ്റം പറയുന്നെങ്കിൽ, ഞാൻ ഒരു കണക്കിന് രേണുസുധി ഇത് കാണുമെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമാണ് ഇവർ. കാരണം മറ്റൊന്നുമല്ല, ഇപ്പൊ നെഗറ്റീവ് വേയിലൂടെയെങ്കിലും ഒത്തിരി ഒരുപാട് കുറ്റം പറയാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ സുധിയുടെ വിധവയായി ജീവിക്കുന്ന ഒരാളാണ്, അവർക്ക് നടന്നിട്ടില്ല എങ്കിൽ നിങ്ങളെ കുറ്റം പറയാൻ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് സാധനം ഇട്ടാലും നിങ്ങൾക്ക് കാഴ്ചക്കാരുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്കുള്ള പ്രൊമോഷൻ സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അത് കിട്ടിക്കോളും എന്നുള്ളത് തന്നെയാണ്. അത് തീർച്ചയായിട്ടും ഒരു കാര്യമുണ്ട്, ചൂഷകവർഗം അത് ഉപയോഗിക്കും എന്നുള്ള കാര്യം കൂടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ നേരത്തെ മണിച്ചേട്ടൻ്റെ ഭാര്യയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മണിച്ചേട്ടൻ്റെ ഭാര്യയ്ക്ക് ആവശ്യമുള്ളതെല്ലാം അദ്ദേഹത്തിൻ്റെ പരമ്പരകൾ കൊണ്ടാക്കിയിട്ടുണ്ട്. മണിച്ചേട്ടൻ അങ്ങനെ ഒന്നും ഇല്ലാതെ പോയ ഒരാളല്ല. എന്നാൽ അതുപോലെ അല്ല രേണുസുധി. അവരൊന്നും ഇല്ലാത്തൊരു ദാരിദ്ര്യാവസ്ഥയിലുള്ള കുടുംബമായിരുന്നു. ഇന്നും ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, കരകയറാൻ വേണ്ടി ശ്രമിക്കുന്നു. കുറ്റം പറയുന്നവർ നിങ്ങളൊരു കാര്യം ചെയ്യുക, രേണുസുധിയുടെ പോയിട്ട് അവർക്കുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. മക്കളെ പഠിപ്പിക്കാനോ അവരുടെ നല്ല താഴോട്ടും മേലോട്ടൊന്നും ഇറങ്ങാത്ത വസ്ത്രമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരെ നിങ്ങൾ പരിചരിക്കുക. നല്ല രീതിയിൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് സെറ്റപ്പ് ആക്കുക. അവരുടെ കുടുംബത്തിൽ വീട് വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ അവരുടെ മൊത്തം കാര്യങ്ങൾ ഗാർഡിയൻ ഏഞ്ചലായിട്ട് മാറാനൊക്കെ ശ്രമിക്കുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്ത കാര്യം നമ്മൾ കമൻറ്റുകളിലൂടെ ഇത് അതിശയമാക്കി പറയുമ്പം ശരിയല്ല. ചിലരെങ്കിലും മാന്യമായിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. ചിലർക്കാണെങ്കിൽ ഇത് ഇവരെന്താ ചോദിക്കുന്നുണ്ട്, ഇതെന്ത് നീ മനഃപൂർവ്വമായിട്ട് ഇങ്ങനെ അവരുടെ ഈ നെഗറ്റിവിറ്റീസിനെ താങ്ങുവാണോ? നെഗറ്റീവായിട്ട് തോന്നിയിട്ടില്ല, പിന്നെ ഇല്ല താങ്ങുന്ന കാര്യം. ഞാൻ എന്ത് വസ്ത്രം ധരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും, നിങ്ങളെന്ത് വസ്ത്രം ധരിക്കണം നിങ്ങൾ തീരുമാനിക്കും. പിന്നെ അവരുടെ വസ്ത്രം ധരിക്കുന്നത് മാത്രം നമ്മൾ തീരുമാനിക്കുന്നത് എന്തിനാ? അത് അവരുടെ തീരുമാനമല്ലേ? അവരുടെ മക്കളും അവരും തീരുമാനിച്ചോളും. നമ്മളാരും ബേജാറാവേണ്ട കാര്യമില്ല. അത് അവരുടെ ലൈഫാണ്, അവരാണ് ജീവിക്കേണ്ടത്. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ജീവിക്കുക, എൻ്റെ ലൈഫ് ഞാൻ ജീവിക്കും.
അല്ലാതെ നമ്മുടെ ലൈഫ് മറ്റൊരാളല്ല ജീവിക്കേണ്ടത്. സോ രേണുസുധീരൻ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ആ ഒരു വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് എന്നുള്ള കാര്യമാണ്. എന്തായിരുന്നാലും ഇതിനെക്കുറിച്ച് ഇപ്പം മണിച്ചേട്ടൻ്റെയും രേണുസുധിയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തെറി വിളിക്കുന്നവർക്ക് തെറിയാവാം, എന്തോ ആവാം, താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുക.